ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ന്യൂ ക്ലിക്ക് മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ ഒരു വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് മീഷോ റീസെല്ലിംഗ് ആപ്പാണ്. വീട്ടമ്മമാർ, വിദ്യാർത്ഥികൾ തുടങ്ങി എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ഇൻകം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനു മുന്നേ തന്നെ അപ്ലോഡ് ചെയ്തിരുന്നു. ആ ഒരു വീഡിയോ ഞാൻ മുകളിൽ ഐക്കാർഡിൽ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും വീഡിയോയുടെ ലിങ്കും ഞാൻ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ന്യൂ ക്ലിക്ക് മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് റേഷൻ കാർഡിൽ പേരുള്ള അല്ലെങ്കിൽ വീട്ടിൽ റേഷൻ കാർഡുള്ള ഓരോ വ്യക്തികളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക്, അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലേക്കൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. നമ്മൾ മുന്നെയൊക്കെ റേഷൻ കടയിൽ പോയിരുന്നത് നമ്മുടെ റേഷൻ കാർഡ് മാത്രം മതിയായിരുന്നു. അതായത് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുന്ന സമയത്ത് റേഷൻ കാർഡ് മാത്രം കൊണ്ടുപോയാൽ നമുക്ക് റേഷൻ കടയിൽ നിന്നും സാധനങ്ങളൊക്കെ ലഭിച്ചിരുന്നു. പക്ഷെ പുതിയ ഒരു മെഷീൻ വന്നതിന് ശേഷം നമുക്ക് ആ ഒരു റേഷൻ കാർഡിൽ മെമ്പർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തി പോയിട്ട് അവരുടെ വിരലടയാളം ആ ഒരു മെഷീനിൽ വെച്ചതിന് ശേഷം മാത്രമായിരിക്കും നമുക്കിപ്പോ സാധനങ്ങൾ ലഭിക്കുക. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഈ ഒരു ആധാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, നിങ്ങളുടെ റേഷൻ കാർഡിൽ എത്ര മെമ്പേഴ്സ് ആണോ ഉള്ളത്, ആ ഒരു മെമ്പേഴ്സ് മുഴുവനായിട്ടും അവരുടെ ആധാർ ആ ഒരു റേഷൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യണം. എങ്കിലേ ആ ഒരു വ്യക്തികൾക്ക് കൂടിയുള്ള ആ ഒരു സാധനം ഇനി മുതൽ ലഭിക്കുകയുള്ളൂ എന്നാണ് അറിയാൻ സാധിച്ചത്. ഏകദേശം ഓഗസ്റ്റ് അവസാനം വരെയാണ് അതിനുള്ള സമയമുള്ളത്. അപ്പോൾ അതിനു മുന്നേ ആയിട്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ആധാർ നിങ്ങളുടെ റേഷൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യണം. റേഷൻ കാർഡ് നമ്പർ മാത്രം പോരാ, ആ ഒരു വ്യക്തി ആരുടെ പേരിലാണോ ആ ഒരു ആധാർ ഉള്ളത്, ആ ഒരു വ്യക്തി പോയി അവരുടെ ഫിംഗർ, അതായത് വിരലടയാളം കൂടെ വെച്ച് കൺഫേം ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ എല്ലാവരും ഇത്തരത്തില് എത്ര മെമ്പേഴ്സ് ഉണ്ടോ ആ മെമ്പേഴ്സിന്റെ എല്ലാം ആധാറിന്റെ ഡീറ്റെയിൽസ്, അതായത് ആധാർ നിങ്ങളുടെ റേഷൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്യണം. ഓക്കെ, അപ്പോ മൊത്തമായിട്ട് എങ്ങനെയെന്ന് അറിയില്ല. ഞങ്ങളൊക്കെ താലൂക്കിൽ ആഗസ്റ്റ് 31 വരെയാണ് ഇതിനുള്ള സമയം എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ നിങ്ങളുടെ താലൂക്കിലുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നിങ്ങളുടെ റേഷൻ കാർഡുമായി റേഷൻ കടയുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. നിങ്ങൾക്ക് റേഷൻ കടയിൽ പോയിട്ട് ഇത് ലിങ്ക് ചെയ്യാം. അതുപോലെ തന്നെ അക്ഷയ സെന്റർ വഴിയൊക്കെ നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.